ഹലോ ഫ്രണ്ട്സ്, ഇന്ന് റേഷനരി കൊണ്ടൊരു കിടിലൻ ഫ്രൈഡ് റൈസ് ആയാലും ഞാൻ ഇവിടെ ഒരു ഗ്ലാസ് റേഷനരി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പാത്രം അടുപ്പത്ത് വെച്ച് അതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് പട്ട, ഗ്രാമ്പു, ഏലക്ക, ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി ഓപ്ഷണലാണ്, ഒരു കളറിന് വേണ്ടി ചേർക്കുന്നതേ ഉള്ളൂ. നാരങ്ങ നീര്, ഇതെല്ലാം ഒന്ന് ഇട്ട് തിളച്ച് വരുമ്പോൾ അരി കഴുകി ഇട്ട് കൊടുക്കാം. അരി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു അരിപ്പയ്ക്കകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. അരിപ്പയ്ക്കകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. അന്നേരം പെട്ടെന്ന് നല്ലോണം വെന്ത് പോത്തില്ല, നല്ലോണം കിട്ടും. ചോറ് റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് നെയ്യ് ഒഴിച്ച് അതിനകത്തേക്ക് കുറച്ച് കറിവേപ്പില ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ക്യാരറ്റും ബീൻസും അരിഞ്ഞതും ഇട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇനി കുറച്ച് നെയ്ക്കകത്ത് 2 സവാള ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമ്മുടെ ചോറിനകത്തേക്ക് നമുക്ക് ഇതെല്ലാം ഇട്ടൊന്ന് ഗാർണിഷ് ചെയ്ത് എടുക്കാം. അതിനകത്തേക്ക് ഇതെല്ലാം ഇട്ടൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ എല്ലാം ചേർത്ത് നെയ്യ് ഒഴിച്ച് ഗാർണിഷ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് ആവശ്യമായിട്ടുള്ള ചിക്കൻ കറി തയ്യാറാക്കാം. കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്. അത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മസാലപ്പൊടി ഇതെല്ലാം ഒന്ന് ചെയ്ത് മാഗ്നേറ്റ് ചെയ്ത് വെച്ച് ആണ് അരമണിക്കൂർ. ഇനി സവാള വഴറ്റിയത് ഇട്ട് കൊടുത്ത് മുളക് പൊടി, മല്ലിപ്പൊടി, മസാലപ്പൊടിയും ഒരു തക്കാളി പേസ്റ്റും കുറച്ച് വെള്ളവും ഉപ്പും ഇട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. പെട്ടെന്ന് തന്നെ ചിക്കൻ കറി റെഡിയാക്കി എടുക്കാവുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫ്രൈഡ് റൈസാണ്. വീണ്ടും അടുത്ത